എന്തിട്ട് പരിപാടി മക്കളെ? ഇന്നലെ രാത്രി ഞാൻ കിടന്നില്ലേ, അത് ഇവിടെ ആട്ടാ കണ്ടില്ലേ. ഈ പ്ലേസ് കാ നാം ക്യാ ഹൈ? ഷായാപൂർ നഗരിയ മോഡ്. ആ, ഷായാപൂർ എന്ന് പറഞ്ഞ നഗരിയ മൂടാണ്. ഞാൻ അവിടെ അപ്പുറത്തൊരു ഇതുണ്ടായിരുന്നു, അങ്ങനെ അവിടേക്ക് വന്നിട്ടാണ് ഇവിടെ കിട്ടിയത്. ഇവിടെ കടയിലൊന്ന് ചോദിച്ചപ്പോൾ ആളെ കണ്ടു, ആട് പറഞ്ഞ് വീട്ടിൽ പോയെന്ന് പറഞ്ഞാണ്. അങ്ങനെ ഇന്നലെ ഇങ്ങനെയാണ് കിടന്നത്. ആ, ഈ ആളുടെ മുത്തച്ഛനാണ് ഇതേപോലെ കേട്ടിന്ന് അവിടെ അപ്പുറത്ത്. ഈ വാല ഫാദറേ? ആ, ഫാദർ ബാക്ക് സൈഡ് മേത്തും. നാലാളും പുറത്താ കിടക്കണേ. എന്നോട് കിടന്നു ഇപ്പോൾ കാലത്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകാൻ നിൽക്കുക. അങ്ങനെ ഇപ്പം എന്തായാലും ഇവിടുന്ന് ഇറങ്ങാൻ നോക്കട്ടെ കേട്ടോ. ആളുടെ ചേട്ടൻ അപ്പ ബ്രദർ പോലീസ്. ആ, അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ശരി, ഇവിടുന്ന് ഇറങ്ങാൻ നോക്കട്ടെ കേട്ടോ. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഇവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടി നോക്കട്ടെ കേട്ടോ. അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നോക്കുമ്പോഴാണെച്ചാലേ അമ്മാമയ്ക്കൊക്കെ അമ്മയ്ക്കല്ല, ആളുടെ അമ്മയ്ക്കൊക്കെ ഭയങ്കര സ്നേഹം. വന്നിട്ട് നന്നായിട്ട് അങ്ങനത്തെ രീതിയിലൊക്കെ മക്കളെ എന്തോ പോലെ ഔട്ട് ഇങ്ങനെ ആയി കഴിഞ്ഞു. എവിടെയെങ്കിലും നിന്ന് പോരുമ്പോൾ കുഴപ്പമില്ല, ഇവർ പോരുന്ന നേരത്ത് സങ്കടം കാണിക്കുമ്പോഴാണ് കൂടുതൽ വിഷമാവുക. അങ്ങനെ നല്ല ആൾക്കാരാ അവിടെ. കുറേ ആൾക്കാരുണ്ട് അവിടെ നിന്നല്ല. ഇന്നലെ ചെല്ലുമ്പോഴൊക്കെ അവരുടെ ചേച്ചിമാർ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ നേരത്തെ പോയിട്ട് വീഡിയോ എടുക്കാൻ നിൽക്കണമെന്ന് മോശമല്ലേ, അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാമെന്നില്ല. അങ്ങനെ രാവിലെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ രാവിലെ എല്ലാവരും എൻറ്റിട്ടൊന്നുമില്ല. ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവരും എൻറ്റ് വന്നത് തന്നെ. അങ്ങനെ ആളുടെ അമ്മ മാത്രമേ എൻറ്റിട്ടുണ്ടായിരുന്നുള്ളൂ രാവിലെ. അങ്ങനെ കാലത്ത് തന്നെ ചോറും ചെറുപയറും ദാലോ കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കറി അതൊക്കെ വന്നു. വയറ് നിറച്ച് ചോറൊക്കെ വന്നിട്ട് വിട്ടത് ഇപ്പോൾ. എന്നിട്ട് ഒരു പാത്രത്തിൽ വേറെയും ചോറും താൽക്കറി എടുക്കാൻ നിൽക്കുക അവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു കൊണ്ടുപോകില്ല, ഞാൻ ഒരു നേരം കഴിക്കുള്ള പറഞ്ഞു, പിന്നെ രാത്രി കഴിക്കുള്ള രാത്രി ആകുമ്പോഴും കേടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ വേണ്ട എനിക്ക്. അത് ഇതിൻ്റെ മുകളിൽ കെട്ടി വലിച്ച് കൊണ്ടുപോകാൻ എളുപ്പമില്ല. അതാണ് ഏറ്റവും പ്രശ്നം. ഒന്നാമതേ വെയിറ്റ് കൂടുതലായിരിക്കുന്നു. അങ്ങനെ അയ്യോ, ഇനി നമുക്ക് അടുത്ത് എത്തേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാജാൻപൂർ ഇന്നലെ എത്തണമെന്ന് വിചാരിച്ചാൽ അത് അവിടുന്ന് ആ 8 കിലോമീറ്റർ ഉള്ളത്. ഇപ്പോൾ എത്ര ആയിരുന്നുകൊണ്ട് ഇനി 2-3 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഷാജാൻപൂർ ഇപ്പോൾ എത്തും. അടുത്തത് നമുക്ക് നേരെ ലക്നൗവിലേക്കാണ് പിടി. ലക്നൗവിൽ എങ്ങനെയെങ്കിലും എത്താൻ നോക്കണം. ലക്നൗവിൽ എത്തിക്കഴിഞ്ഞ് പിന്നെ അവിടുന്ന് വാരണാസിക്ക് 2 ദിവസം 3 ദിവസത്തിനുള്ളിൽ എത്തുമെന്ന് തോന്നുന്നു. അങ്ങനെയാണ്, ഉറപ്പൊന്നുമില്ല. ഷാജാൻപൂർ ലെഫ്റ്റ്, ലക്നൗ നേരെ, പിന്നെന്തിട്ടാ ജലാലാബാദ് കണ്ടില്ലേ എനിക്ക്. നമുക്ക് നേരെ പിടിക്കണം ലക്നൗ. ലക്നൗവിലൊക്കെ എന്തിട്ടാണോ കാണാനുള്ളത് അറിയില്ല. പരിപാടി അവിടെ നിന്നുള്ള ചോറൊക്കെ നല്ല പടം അടച്ചിട്ട് വയറ് നിറഞ്ഞ് സൈക്കിളോട്ട് പറ്റില്ല. ഒരു വിങ്ങല്. അയ്യോ, ഇന്നലെ അതിൻ്റെ ഇടയിൽ വേറെ വിറ്റ് ഞാൻ ഇവരുടെ മറ്റേ മുട്ട റോള് സാധനങ്ങളൊക്കെ വാങ്ങിച്ചേരാണ്ട് ഒരു പോയിട്ട് അവിടുത്തെ സ്പെഷ്യൽ സാധനം പറഞ്ഞിട്ടുണ്ട്. ഇവരെന്നെ കൊണ്ടുപോയിട്ട് നിൽക്കണ നേരത്ത് ഞാൻ വരുമ്പോഴേക്ക് ഒരു വക്കീലിന് വേറെ ചെക്കനെ കണ്ടിട്ടാണെന്നു. അങ്ങനെ അവർ പറഞ്ഞു നടന്നു, അവർക്ക് ഡ്യൂട്ടിയുണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വിളിക്കാൻ പറഞ്ഞായിരുന്നു. ഞാനാച്ചാൽ ഇവരെ വീട്ടിൽ നിൽക്കണേക്കാളും മുന്നുള്ള ഗുരുദ്വാരയിൽ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നോക്കിയപ്പോൾ അവിടെ റൂം കിട്ടിയില്ല. ഗുരുദ്വാരയിലാണെന്ന് വെച്ചാൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയാലും ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഓരോരുത്തർ വീട്ടിൽ നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു ഇത് തന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന മോശമില്ല. അങ്ങനെ ഇവരുടെ അപ്പോൾ ഞാൻ ഷാജാൻപൂർ പോയിട്ട് അന്ന് നേരത്തെ അവരാ കണ്ടു. അവരെന്നെ വിളിച്ചിട്ട് കൊണ്ടുപോയി. ഞാൻ പെട്ടെന്ന് ഇവരുടെ ഒപ്പം വന്നിട്ട് അങ്ങനെ രണ്ടാളും അങ്ങോട്ട് കൊണ്ട് ചടച്ചു. മറ്റവരോട് വരില്ല എന്ന് പറയാൻ പറ്റില്ല, ഇവരോട് പോകാമെന്ന് പറയാനും പറ്റില്ല. അവസ്ഥ അങ്ങനെ ഏറ്റവും തന്നെ ഇവർ പറഞ്ഞു പോയിക്കോ, എന്തായാലും നമ്മളെ നോക്കൊന്നും വേണ്ട, രാത്രി നേരം പോയി 8 മണിയാകുമ്പോൾ വിളിക്കുമ്പോൾ ആയോ എന്നുള്ള രീതിയിൽ 7 മണിക്കാണ്ട് ഇവരെ കാണണേ. അങ്ങനെ ഇവരെ കണ്ടിട്ട് ഇവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കറക്കും, മറ്റവർ മൊത്തം കറക്കി. ഇതന്നെ ഇപ്പോൾ രാവിലെ വരുമ്പോൾ അവരെ വിളിക്കാൻ പറഞ്ഞു നടന്നു. ഞാനിപ്പോൾ രാവിലെ വിളിക്കണമെന്നില്ല. ഇനിയിപ്പോൾ രാവിലെ വിളിച്ച് കഴിഞ്ഞ് ഇവരൊപ്പം പോയി കഴിഞ്ഞ് പിന്നെ ഇവിടെ നിൽക്കേണ്ടി വരും വീണ്ടും. അതിന്മേദം മെല്ലെ ഇവിടെ നിന്ന് തെറിക്കുക നല്ലത്. അങ്ങനെ നോക്കിയേ UP കണ്ടില്ലേ, UP പിന്നെ ഭംഗി നോക്കിയാണ്.
സിയാസല്ല ആംബുലൻസിന് സൗണ്ടൊക്കെ ഇട്ടിട്ട് പോണേ. ഇവിടെയൊക്കെ പണി നടക്കുക. അടുത്ത പ്രാവശ്യം വരുമ്പോ അല്ല അടുത്ത പ്രാവശ്യം വരികയാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവില്ല ഇനി. മണി ആയിട്ടുള്ളോ അപ്പോഴേക്കും വെയിലോ ഒന്നും കണ്ടില്ലേ. നെറ്റീൻ്റെ അടിച്ചിട്ട് തല പൊളിക്കണ രീതിയിലാണ് വെയിൽ വരണേ. കാലത്തെ 7 മണിക്കാട്ടെ ഈ നിലയ്ക്ക്. ഓ എന്തൊരു ചെയ്യാല്ലേ. നമ്മൾ നേരത്തെ എനിക്ക് പോയിരുന്നത് വെയിൽ കൊള്ളാണ്ടിരിക്കുകയാണ്. അപ്പം നേരത്തെ എനിക്കും പിന്നെ നേരത്തെ വെയിൽ വരും. അയ്യോ അവിടെ കുറേ നാളായി അല്ല കുറേ നേരമായിട്ട് 3 ആൾക്കാർ മത്സരമാണ്. ഞാൻ കടന്നു കഴിഞ്ഞാൽ എന്നെ വെട്ടിക്കും. എന്നിട്ട് ഇവരായിട്ട് സ്പീഡിൽ പോവില്ല. UP കണ്ടില്ലേ? UP എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ വിചാരിച്ച പോലെ യു പിയിൽ ഫുള്ള് കൃഷി അഞ്ചേളിയാണ്. ചില ഭാഗത്ത് വിചാരിക്കും നമ്മുടെ നാടാൻ വിചാരിക്കും. ഓക്കെ, പക്ഷെ വെയിലുണ്ടല്ലോ അതൊരുമാതിരി വൃത്തികെട്ട വെയിലാട്ടാ. വെയിലെന്ന് പറയുക സഹിക്കാൻ പറ്റില്ല വെയിൽ. അത് മാത്രമാണ് ഏറ്റവും സീന്. റോഡ് ഇങ്ങനെ എടുക്കണോണ്ടോ അറ്റം ഇങ്ങനെ എടുക്കുക. എന്താ ചെയ്യണ്ടേ ആലോചിക്കണേ. ചവിട്ടിയിട്ട് നീങ്ങില്ല. എത്ര നേരത്തെ ഉണ്ട് കഴിഞ്ഞാലും എത്ര നേരത്തെ ഇരിക്കണോ അത്രയും നേരത്തെ വെയിലും വരും. അങ്ങനല്ലേ ഒരു രസമില്ല. ഇവിടെ ഇപ്പോൾ ഇത്ര ദിവസം വന്നിരുന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നല്ല കമ്പനിയൊക്കെയാണ്. പക്ഷേ ചില ഭാഗത്ത് കൂടെ പറഞ്ഞ ആൾക്കാർക്ക് പുറം ലോകം കാണാതായിരുന്നു. അവർ നോട്ടം കാണുമ്പോൾ നമുക്ക് എന്താ പോലെ തോന്നും. പക്ഷേ വേറെ പൊട്ടാനുഭവം എന്ന് പറയാൻ മാത്രമൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ലക്നൗ എന്ന് പറഞ്ഞാൽ UPയിലെ ക്യാപിറ്റലായിട്ടാണ് വരുന്നുണ്ട്. ഇപ്പോൾ ഇതുവരെ ഇനിയിപ്പോൾ ലക്നൗ എത്താൻ 10-100 കിലോമീറ്ററിൻ്റെ ഉള്ളിലുണ്ട് തോന്നുന്നുണ്ട്. 100 കിലോമീറ്റർ ആണോ ഓട്ടം അറിയില്ല. കറക്റ്റ് ഏകദേശം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പകുതി വരെ എത്തിയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ല. ഇനി കണ്ടറിയാൻ ബാക്കി എന്താവും എന്നുള്ളത്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകുന്നേരം വിളിക്കാൻ അടുത്ത പണി കിട്ടും. ചിലപ്പോൾ അതാണ് പ്രശ്നം. എല്ലാവരും കണ്ട അരിവാളും കൈ പിടിച്ചിട്ട് നടക്കുക. ഈ ഫുള്ള് കൃഷിക്കാരാണ്. ഇവർ നോക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അത്ഭുതത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കില്ല. നമ്മൾ കണ്ണ് മാറ്റാണ്ട് ഇങ്ങനെ നോക്കിക്കില്ല. അവർ നോക്കില്ല. ഇപ്പോൾ അവിടെ നിൽക്കുന്ന ആളാണ്ട. ഹായ് നമ്മളായി പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഇതൊന്നും ഇല്ല. ഇപ്പോൾ ആൾ വരുന്നുണ്ട്. എന്തായാലും പറയണ അങ്ങനെ ഞാൻ ഇമ്മല്ല പോകാൻ കേട്ടോ. ആള് എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുക. ഇവരേ അരിവാളൊക്കെയാണ് കയ്യിൽ. വെറുതെ എന്തിനാ പുല്ല് എത്തണ അരിവാളില്ലേ സാധനമൊക്കെയാണ് കയ്യിൽ. എന്തായാലും പറയണോ നോക്കി നോക്കാം. എന്നാ ഒന്നും പറയും. അല്ലേ ഇവിടുന്ന് പോവാ നല്ലത്. അവരൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കൃഷിക്ക് പോവാ. റോട്ടിൽ കൂടെ പോണ നേരത്ത് നമുക്ക് ഒരാളെ കിട്ടിയതാട്ടാ. നോക്കിയേ ഞാൻ റോട്ടിൽ കൂടെ പോകുമ്പോൾ ആൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ലിങ്ക് ട്രാവലർ എനിക്ക് അറിയുന്നില്ല. തെലുങ്കാനക്കാരനാ. ആന്ധ്ര. भाई आपका नाम क्या है? क्रांति. क्रांति किधर से? मैं तेलंगाना से. तेलंगाना से. अच्छा है. तेलंगाना से पूरा ऑल इंडिया ट्रैवलिंग कर रहा हूँ. 6 महीने से ट्रैवलिंग कर रहा हूँ. 6 महीने. हाँ हो गया. आप किधर से? मैं केरला. केरला से. मेरा सेम है. 6 महीने हो गया. वही देखा. ऑल इंडिया बोल के. हाँ 6 महीने हो गया. ഓക്കെ. ഇതാണ് ആളുടെ ഇത് സെയിമാണ്. കണ്ടില്ലേ വണ്ടി കടപ്പ സാധനമാണ്. ഇതിൻ്റെ ഉള്ളിൽ കുക്കിങ് കാര്യങ്ങൾ. എനിക്ക് ഫുഡൊക്കെ ആള് ആ അപ്പുറത്തുനിന്ന് നടന്നതാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു. ആൾ പറഞ്ഞു ഭക്ഷണം കഴിക്കുക. ആളുടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഭക്ഷണം ഉണ്ട് ബാക്കിയാണ്. എന്തായാലും കളയേണ്ട വായു കഴിക്കാൻ വേണ്ടി തന്നു. കണ്ടില്ലേ ഇതിൻ്റെ മുകളിൽ സോളാർ ഫുൾ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തുടച്ച് കാണിച്ചു തരാം. കണ്ട സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് സെറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ആള് ഞാൻ ഏതാണ്ട് സെയിം ഒക്കെ തന്നെ. ഒരു 7 കൊല്ലമായിട്ടുള്ള ആളുടെയും പ്ലാനിങ് ആൻറ്റിയും പ്ലാനിങ്. പിന്നെ ആള് എഞ്ചിനീയറിംഗ് ആണ്. എഞ്ചിനീയറായി. അപ്പം ടെക്നിക്കൽ എഞ്ചിനീയറാണ്. ഇതാണ് ആളുടെ വണ്ടിയുടെ ഉൾഭാഗം കണ്ടില്ലേ फुल सेट है. ये 2 आदमी का अच्छा हो जाएगा. 2 आदमी को आराम से 2 आदमी को हो जाएगा. ഭയങ്കര ചൂടാ. രക്ഷയില്ലേ ആളുടെ കാറിൽ കയറി കേസ് ഒക്കെ ഇട്ടിട്ട്. ഓക്കെ നമ്മളങ്ങനെ ആളോട് ആള് വാരണാസിയെ പോണ. ഞാനും വാരണാസിക്ക് തന്നെയാണ്. അപ്പൊ ഇനി वाराणसी में बात में कितना दिन है? वाराणसी में 1 वीक. 1 वीक हो गए. मैं इधर से आने के 1 वीक हो जाएगा. ओके.
देखेंगे അപ്പൊ ശരി. आने के बाद സമയം 5 മണിയായി മക്കളെ. ലക്നൗ എത്തിക്കാനുള്ള പരിപാടിയാണെന്ന്. ലക്നൗവിലേക്ക് ഇനി എത്രയാ 15 കിലോമീറ്ററിനുള്ളിലുണ്ടാവുമെന്ന് പറഞ്ഞേ. നോക്കിയപ്പോൾ എൻ്റെ ഒരു ഫോൺ ഓഫായി. ഉച്ചയ്ക്ക് കുറച്ച് നേരം കിടന്നപ്പോഴേ ചാർജ് ചെയ്യാനൊന്നും സെറ്റായില്ല. എന്നിട്ട് ഞാൻ പവർ ബാങ്ക് കുത്തിവെച്ച് ഇത്ര നേരം നോക്കുമ്പോൾ അതിൻ്റെ കേബിൾ ഊരിട്ട് എടുക്കുക കിടന്നു. ഒരു സൈഡ് കറക്റ്റായിട്ട് കുത്തിന്നു, മറ്റേ സൈഡ് ഊരി പോകുന്നു. അപ്പോൾ അടുത്ത പണി ഇപ്പോൾ ലക്നൗവിൽ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മണാലിയിലത്തെ ഡോക്ടർ ഒരു സ്റ്റേ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞേ. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഉള്ള പരിപാടി നോക്കണം ഇനി. അങ്ങനെ അത് ഇവിടുന്ന് എത്ര ഉണ്ടെന്നുള്ള അറിയില്ല, നോക്കട്ടെ എന്തായാലും. അങ്ങനെ അങ്ങനെ ഇന്ന് നമ്മുടെ ഡോക്ടർ ബ്രോ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു ഇവിടെ ഹരിയാനയിൽ പോയി കഴിഞ്ഞാൽ ഒരു ഡൗണ് സെറ്റാക്കിൻ്റെ അവിടേക്ക് പോയിക്കോന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഇനി 15-18 കിലോമീറ്റർ കൂടി ഉണ്ട് 5:30-6 മണി നേരത്ത്. പിന്നെ പോയി കഴിഞ്ഞാൽ എന്തായാലും നേരം വഴുകുക എളുപ്പമല്ല, വഴി കണ്ടുപിടിച്ചിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ഗുരുദ്വാരയിൽ പോയി നിൽക്കാൻ വിചാരിച്ചു. അങ്ങനെ ഒരു ഗുരുദ്വാര സെറ്റായി ഗുരുദ്വാരയിൽ കയറി നിന്നിപ്പോൾ ഈ കാണുന്ന ഗുരുദ്വാര കണ്ടില്ലേ, ഇവിടെ ഗുരുദ്വാരയൊക്കെ സെറ്റായി. അങ്ങനെ അവിടെ ഒരു 3-4 ആൾക്കാരുണ്ട് കട്ടിൽ സെറ്റാക്കി വന്നിട്ടുണ്ട്. കൊതുകുണ്ട്, അതാണ് പ്രശ്നം. അങ്ങനെ അവർ കൊതുക് കടിക്കുന്നു പറഞ്ഞപ്പോൾ അവർ പോയിട്ട് അപ്പുറത്തെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പോയിട്ട് കൊതുവിന് കടിക്കാണ്ടിരിക്കുന്ന ഒരു ക്രീമൊക്കെ വാങ്ങിച്ചു. ക്രീമല്ല ഒരു വെള്ളം പോലെ സാധനം, അതൊക്കെ മരുന്ന് തേച്ചിട്ട് സെറ്റാക്കി. അങ്ങനെ ഇപ്പോൾ കടിക്കില്ലാന്ന് വിചാരിക്കുന്നു, അറിയില്ല. അതിന് മുന്നേ നല്ല പടം അവിടെ ചെന്നേ. അത് അവരോട് പറഞ്ഞു കൊതുക് അടിക്കുന്നത്, ഞാൻ ആദ്യം ടെൻ്റ് അടിക്കാന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ടെൻ്റെന്ന് അടിക്കുന്ന കൊതുകൊന്നുമില്ല പറഞ്ഞത്. ഈ കൊതുകൾക്ക് എന്താണോ എന്നെ കാണുമ്പോൾ ആദ്യം കടി അടിക്കുന്നത് എന്നെ മാത്രമാണ്, അവരൊന്നും അടിക്കുന്നില്ല. അതേപോലെ മൂട്ടൊക്കെ അടിക്കുക, ഇതൊക്കെ എന്നെ ഭയങ്കര പടം അടിക്കുന്നത്. എന്താ സംഭവം എനിക്ക് മനസ്സിലാവില്ലേ, ബ്ലഡിൻ്റെ ആണാവോ ഇനി സ്വഭാവത്തിൻ്റെ ആണാവോ, അതാ മനസ്സിലാവാത്ത. ഇനി ഇവിടുന്ന് എത്ര 15-18 കിലോമീറ്റർ കൊണ്ട് ഹരിയാനയ്ക്ക് മാത്രം ഉണ്ടെന്ന്, അല്ല ഹരിയാന ലക്നൗവിലേക്ക് ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ നാളെ എന്താ വേണ്ടതെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. നോക്കിയാൽ ഒന്നില്ലെങ്കിൽ അയോധ്യ അല്ലെങ്കിൽ വാരണാസി. അയോധ്യ പോകണോ വാരണാസി പോകണം എന്നുള്ള തീരുമാനമില്ല. അയോധ്യയിൽ എന്നിട്ട് രാം മന്ദിർ എന്താ ഉണ്ടല്ലോ, വലിയ പ്രശ്നമായിട്ടുള്ള സംഭവമൊക്കെ അല്ലേ അവിടെ. അപ്പോൾ അവിടേക്ക് പോകണമെന്ന്, പക്ഷേ ഈ മന്ദിർ കാണാൻ വേണ്ടി മാത്രം അവിടേക്ക് പോകണേ പ്രശ്നം. ഒന്നാമത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാണ് പ്രശ്നം, അത് സഹിക്കാൻ വേണ്ടി തന്നെ. പുറത്തൊക്കെ ഫുള്ള് ചൂട് വീട്ടിൽ 5 കിലോ ബാക്കിൽ ഷട്ടൂരിട്ട് കണ്ണാട നോക്കിയില്ല. അവിടെ തന്നെ മഴ പെയ്യും ചെയ്തില്ല, അപ്പോൾ മഴ നനയും ചെയ്തിട്ട് നടന്നു. അപ്പോൾ ഈ ചൂട്ടത്ത് മഴ നനഞ്ഞ് കഴിഞ്ഞാൽ കുരിയൊക്കെ പൊട്ടില്ല. അങ്ങനെ എല്ലായിടത്തും കുറത്ത് കുത്തൊക്കെ ആയിട്ട് പുറത്ത് ഫുള്ള് നിറച്ച് ചെയ്യുന്ന വയറിങ്ങനെ ഇരിക്കുമ്പോൾ വയറിൻ്റെ സൈഡിലൊക്കെ മൊത്തം അങ്ങനെ ഫുള്ള് ഇതിൻ്റെ 5 കളിയാണ്. അങ്ങനെ പരിപാടിയില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റായി. ഞാൻ പോയിട്ട് നല്ല പോയി കിടക്കാൻ നമ്മുടെ സൈക്കിളൊക്കെ ഉടച്ചിട്ടുണ്ട്. ഒരു വൈദ് ഒരാൾ ഇവിടെയും കിടക്കുന്നുണ്ട്. അപ്പോൾ ശരി കേട്ടോ, ഗുഡ് നൈറ്റ്. ഞാൻ കിടന്നുറങ്ങാൻ പോവാ. സെറ്റ്